GST വകുപ്പിന്റെ സംസ്ഥാന വ്യാപക റെയ്ഡ് മൂന്നാം ദിവസവും തുടരുകയാണ്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. 1170 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്നാണ് GST മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. നിഖിൽ പ്രമേഷ് ഉണ്ടെങ്കിൽ അവിടെ ആന കാണുമെന്ന് ആളുകൾക്ക് സംശയമുണ്ട്. ഗുഡ് മോർണിംഗ്. തുടർച്ചയായി ഒരുപാട് വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടായിരിക്കും സ്കേൻ. എന്തായാലും 150-ലേറെ കേന്ദ്രങ്ങളിലാണ് 2 ദിവസങ്ങളിലായി GST വകുപ്പ് പരിശോധനകൾ നടത്തുന്ന സാഹചര്യമുണ്ടായത്. 1170 കോടി രൂപയുടെ വെട്ടിപ്പ് ഈ മേഖലയിൽ നടന്നതായി കണ്ടെത്തുന്നു. അത് വളരെ ഗൗരവമുള്ളതാണ്. പാലക്കാട് ജില്ലയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്നുകൂടിയുള്ള വിവരങ്ങൾ ഈ GST വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം ഇവർ നടത്തുന്നു എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും സ്ക്രാപ്പ് ഗോഡൌണുകളിലാണ് പരിശോധനകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ഓങ്ങല്ലൂരിലെ ഒരു സ്ക്രാപ്പ് ഗോഡൌണിൽ പരിശോധന നടത്തുകയും വ്യാപക ക്രമക്കേട് ഇവിടെ നടന്നതായുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയുടെ ഭാഗമായി നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യലിനായി എറണാകുളത്തെ GST എൻഫോഴ്സ്മെന്റ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച അനധികൃത ആക്രി വ്യാപാരം നടത്തിയ തിരുവനന്തപുരം സ്വദേശി സന്ദീപിനെ എൻഫോഴ്സ്മെന്റ് വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്താണ് ഇയാളുടെ സ്ക്രാപ്പ് ബിസിനസ്. 150-ലേറെ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ GST വകുപ്പ് കാണുന്ന ഒരു തട്ടിപ്പാണ്. കാരണം ഇത്തരത്തിൽ വ്യാജ GST ID അടക്കം നിർമ്മിച്ചുകൊണ്ട് കോടികളുടെ വെട്ടിപ്പ് ഈ മേഖലയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ഉദ്യോഗസ്ഥർ ഒരേ സമയങ്ങളിൽ, അതായത് വിവരങ്ങൾ പങ്കുവെക്കപ്പെടാതിരിക്കാൻ ഒരേ സമയങ്ങളിൽ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് GST വകുപ്പ് അറിയിക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്.